നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ബീരാനെ കൊണ്ടേ ഇതുപോലുള്ള വലിയ ഓപ്പറേഷൻസ് ഒന്നും കൂട്ടിയേ കൂടുതൽ. ഞാൻ വേറെ ആമ്പിള്ളേരെ ഇറക്കിക്കോളാം. അത് നേരാ. നമുക്ക് ബീരാനെ കൊണ്ട് കോഴിക്കോട് വേറെ ചില ആവശ്യങ്ങളൊക്കെ ഉണ്ട്. ഇക്കാര്യത്തിൽ അയാളെ കൂട്ടിക്കൊഴിക്കണ്ട. അതെന്താ കോഴിക്കോട്ടെ വേറെ പരിപാടികള്? ആ മഹാലക്ഷ്മിയുടെ മേലെ ഒരു കണ്ണുണ്ടാവണം. അതിന് നമുക്ക് ബീരാനെ ആവശ്യമുണ്ട്. അതൊക്കെ പോട്ടെ. ശബരിമല ആക്ഷൻ പ്ലാൻ എങ്ങനെ ആയിരിക്കണമെന്ന് അധികം വൈകാതെ തീരുമാനിക്കണം. അതൊക്കെ ഞാൻ പ്ലാൻ ചെയ്തിട്ടുണ്ട്. കോഴിക്കോട് വെച്ച് സംഭവിച്ചതുപോലെ ഇത് പാളിപ്പോവാൻ പാടില്ല. അങ്ങനെ ഒരു റിസ്കിന് നമുക്ക് എടുക്കാൻ പറ്റില്ല. ഇനി അങ്ങനെ ഒരു പിഴവ് സംഭവിച്ച ഗിരിയുടെ മുമ്പിൽ നമ്മൾ ഇത്രയും കാലം കാത്തു സൂക്ഷിച്ച ആ മുഖംമൂടി പിച്ചി ചീന്തി എറിയപ്പെടും. ഉത്തരമില്ലാതെ തല കുമ്പിട്ട് ഈ കൊട്ടാരത്തിൽ നിന്ന് തെരുവിലിറങ്ങേണ്ടി വരും. അറിയാമോ, ഗിരിയേട്ടനും അമ്പിയങ്ങളും കൂടി ശബരിമലയ്ക്ക് പോയാൽ തിരിച്ച് അമ്പിയങ്ങൾ മാത്രമേ ജീവനോടെ വരാവൂ. പോകുന്ന പോക്കിൽ തന്നെ കാര്യം നടക്കും. അതിനുവേണ്ടി ഒരു കൊട്ടേഷൻ ടീമിനെ ഞാൻ ഏർപ്പാടാക്കിയിട്ടുണ്ട്. ചോദിച്ച പണം കൊടുക്കാമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. എങ്ങനെയാ പ്ലാൻ? അവര് സ്വാമിമാരുടെ വേഷം ധരിച്ച് ഒപ്പം ഉണ്ടാവും. പമ്പയിൽ നിന്ന് മല കയറി സന്നിധാനത്തെത്തുന്നതിന് മുമ്പ് അവര് കാര്യം നടത്തിയിരിക്കും. നീ എന്ത് മണ്ടത്തരവാ നിതീഷ ഈ പറയുന്നത്? പമ്പയിൽ നിന്ന് സന്നിധാനത്തിലേക്ക് 2 വഴികളാണുള്ളത്. സ്വാമി അയ്യപ്പൻ റോഡും പരമ്പരാഗത പാതയും. 2 ആളും ബഹളവും പോലീസും ഉള്ള സ്ഥലങ്ങളാ. അവിടെ വെച്ച് ഗിരി ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ഒന്നാമത്തെ സീസണുക. അല്ല, നീ എത്ര തവണ ശബരിമല പോയിട്ടുണ്ട്? അതാ പ്രശ്നം. ശബരിമലയുടെ ഭൂമിശാസ്ത്രം ഈ കൈവെള്ളയിലെ രേഖ പോലെ മനപ്പാഠമാക്കിയവനാണ് ഈ അമ്പി. അതെ, നിന്നെ പോലെ ഗൂഗിൾ മാപ്പ് നോക്കിയിട്ടല്ല, പലവട്ടം കേറി ഇറങ്ങിയോണ്ട. അതുകൊണ്ട് ഈ ഓപ്പറേഷൻ എവിടെ വെച്ച് എങ്ങനെ ചെയ്യണമെന്ന് ഞാൻ തീരുമാനിക്കും. ഈ യാത്ര എരുമേലി വഴി വേണം, കാനനപാത വഴി വേണം പോകാൻ. കാനനപാതയോ? എന്താ അങ്ങളെ ആ വഴിയുടെ പ്രത്യേകത? അങ്ങനെ കാട്ടിലൂടെയുള്ള ഒരു വഴിയാ. ആളുകളും കുറവായിരിക്കും. ഇരുട്ടിന്റെ മറവും കൂടെ കിട്ടിയ ഒഴിഞ്ഞൊരു സ്ഥലത്ത് വെച്ച് ഈ ഓപ്പറേഷൻ നടത്താൻ പറ്റും. ബെസ്റ്റ്. അതിന് ഗിരിയേട്ടന് അത്രയും ദൂരമൊക്കെ നടന്നിട്ട് വേണ്ടേ? നടക്കണം, നടന്നേ പറ്റൂ. അതിനുള്ള ഒരു വഴി നമ്മൾ കണ്ടെത്തണം. എങ്കിൽ മാത്രമേ നമ്മുടെ പ്ലാൻ നടക്കൂ. എന്തായാലും അങ്കിള് പറഞ്ഞ കാര്യങ്ങള് ഞാൻ നമ്മുടെ പിള്ളേരോടൊന്ന് സൂചിപ്പിക്കാം എന്നൊക്കെ പറയും. ഒരുപാട് പ്ലാൻ ചെയ്യുന്നതൊക്കെ കൊള്ളാം. കുളിപ്പിച്ച് കൊച്ചിനെ ഇല്ലാതാക്കരുത്. കാര്യം നടന്നിരിക്കണം. ബിസിനസ് മാഗ്നറ്റ് ഗിരിധർ നമ്പ്യാർ ശബരിമല യാത്രയിൽ കൊല്ലപ്പെട്ടു. അതായിരിക്കണം പുറത്തു വരേണ്ട വാർത്ത. അല്ലെങ്കിൽ ചത്തതിനൊക്കുമേ ജീവിച്ചിരിക്കലുമെന്ന അവസ്ഥയിൽ ജീവിക്കേണ്ടി വരുന്നത് നമ്മളായിരിക്കും. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ശാരദാമ്മ, സ്നേഹമുള്ളവരല്ലേ നമ്മൾ പറഞ്ഞു തിരുത്താൻ ശ്രമിക്കുക. എന്നാലും മോനെ, സമാധാനിക്ക് ശാരദാമ്മ. സംഭവിക്കാനുള്ളതല്ല സംഭവിച്ചു. നമുക്കിനി ബാക്കി നോക്കാം. ഹലോ സാറേ. നിഷാദ വിഷ്ണു, പഞ്ചവിലാസ CI. മനസ്സിലായി സാറേ. ഓക്കെ വിഷ്ണു, എന്നാ ശരി. ശരിയെന്നാ സാർ. ഓക്കെ. എന്താ വിഷ്ണുട്ടാ?
രോഹിത്തിന്റെ കേസ് അന്വേഷിക്കുന്ന പഞ്ചകൈലാസത്തിലെ CI വിളിച്ചത്. കേസിന്റെ അന്വേഷണ ചുമതല പുതിയൊരു ടീമിനെ ഏൽപ്പിച്ചു എന്ന്. ഒരു സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ. അയാൾ കേസ് ഹാൻഡ് ഓവർ ചെയ്യണമെന്ന്. ആർക്കാ പുതിയ അന്വേഷണ ചുമതല? അത് അയാൾക്ക് വ്യക്തമായിട്ട് അറിയില്ല. ഉന്നത ഉദ്യോഗസ്ഥരാരെങ്കിലും ആയിരിക്കും കേസ് അന്വേഷിക്കാന്ന് അറിയൂ. സർക്കാർ ഉത്തരവാദിത്തമുള്ളത്രേ. അങ്ങനെ ഈ കേസിൽ ഇത്രമാത്രം സമ്മർദ്ദം പുലർത്താൻ ആർക്കാ ഇത്ര താല്പര്യം? അതാ എനിക്ക് ആശയക്കുഴപ്പം. അന്വേഷണ ചുമതല നിഷാദിൽ നിന്ന് മാറ്റണമെന്ന് ആവശ്യപ്പെട്ട് സമ്മർദ്ദം ചെലുത്തിയത് അമ്മയാണത്രേ. സത്യാമ്മയോ? എങ്കില് അത് സുസ്മിതയെ രക്ഷിക്കാനുള്ള ശ്രമം തന്നെയാ വിഷ്ണുവേട്ടാ. സത്യമ്മയ്ക്ക് CI നിഷാദിനെ ഇഷ്ടമായിരുന്നില്ല. രോഹിത്തിന്റെ കേസിൽ അയാള് സുസ്മിതയെ ചോദ്യം ചെയ്തതും ഇഷ്ടപ്പെട്ടിട്ടില്ല. സുസ്മിതയെ ബുദ്ധിമുട്ടിക്കരുതെന്നും പിന്നെ വീട്ടിൽ നിന്നും ഇറങ്ങിപ്പോവാനും വരെ അയാളോട് പറഞ്ഞു. ഇങ്ങനെ എന്തെങ്കിലും സത്യമ്മ ചെയ്യുമെന്ന് അന്ന് എനിക്ക് ഭയം ഉണ്ടായിരുന്നു. നിങ്ങളൊന്നും ഭയക്കണ്ട മക്കളെ. വേറൊരു അന്വേഷണ ഉദ്യോഗസ്ഥൻ വന്നാലൊന്നും തേച്ചു മാച്ച് കളയാൻ പറ്റുന്നതല്ല രോഹിത്തിന്റെ കേസ്. സുസ്മിത തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവള് പിടിയിലാകുക തന്നെ ചെയ്യും. അതിനുള്ള തെളിവ് നമ്മുടെ കയ്യിൽ തന്നെ ദൈവം കൊണ്ടുതരും. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. രാജീവ് സാറിന്റെ കാര്യത്തില് എങ്ങനെയാ മോനെ? അതൊരു ചോദ്യമാണ് ശാരദാമ്മ. ഒരു പെണ്ണിന്റെ ഭാഗത്തുനിന്ന് ഒരിക്കലും അങ്ങനെ ഉണ്ടാകാൻ പാടില്ലാത്തതാ ശാരികയുടെ ഭാഗത്തുനിന്ന് സംഭവിച്ചത്. എനിക്കവിടെ കാഴ്ചക്കാരിയായി നോക്കി നിൽക്കാനേ കഴിഞ്ഞുള്ളൂ. ഞാനും ശ്യാമയൊക്കെ കണ്ടതുകൊണ്ട് സാറിന്റെ അപമാനം 10 ഇരട്ടിയായിട്ടുണ്ടാവണം. ശരിയാ ശാരദാമ്മ. സാറിന്റെ ഭാഗത്തുനിന്ന് ചിന്തിച്ചാ പിന്നെ ഇങ്ങോട്ട് തിരിഞ്ഞു നോക്കേണ്ട ആവശ്യമില്ല. അതിപ്പോ സാറിന്റെ സ്ഥാനത്ത് ഞാനാണെങ്കിൽ ഇങ്ങനെയൊന്നും ആയിരിക്കില്ല പ്രതികരിക്കുക. അറിയാം മോനെ. പക്ഷെ ശാരികയുടെ ജീവിതം അങ്ങനെ ആയിക്കോട്ടെ എന്ന് വിചാരിക്കാൻ പറ്റുമോ? അവളുടെ കാഴ്ച പോയ വിവരം രാജീവ് സാർ അറിഞ്ഞിട്ടുണ്ടോന്നറിയില്ല. എന്തായാലും ആ സംഭവത്തിന് ശേഷം സാറിന്റെ ഭാഗത്തുനിന്ന് ഇങ്ങോട്ടൊരു അന്വേഷണം ഉണ്ടായിട്ടേയില്ല. ഇപ്പൊ ആരെങ്കിലും ആ വിഷയത്തില് ഇടപെട്ട് സംസാരിച്ചില്ലെങ്കിൽ മൊത്തം കൈവിട്ടു പോവും മോനെ. മൗനവും കാലവും ഒക്കെ അകൽച്ചയുടെ ആഴം കൂട്ടുകയുള്ളൂ. പിന്നീട് ചിലപ്പോ സംസാരിക്കാൻ തന്നെ ഒരു അവസരം കിട്ടിയെന്ന് വരില്ല. ഒന്നും മനസ്സിൽ വച്ചുകൊണ്ടല്ല അവൾ അങ്ങനെയൊക്കെ പ്രവർത്തിച്ചതും സംസാരിച്ചതും ഒക്കെ. സാർ ഇവിടുന്ന് ഒരു വാക്ക് പറയാതെ സ്ഥലം മാറ്റം വാങ്ങിപ്പോയെന്ന് പറഞ്ഞത് പെട്ടെന്ന് നമുക്ക് ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല. കൂടാതെ സാറിന്റെ ഭാഗത്തു നിന്നും ചില പ്രകോപനങ്ങളൊക്കെ ഉണ്ടായി. മൊത്തത്തിൽ എല്ലാം കൂടെ അങ്ങ് പിടിവിട്ടു പോയെന്ന് പറഞ്ഞാൽ മതിയല്ലോ. മോനെ ഇതിലൊന്ന് ഇടപെട്ട് സംസാരിച്ചിരുന്നെങ്കിൽ
നമ്മുടെ കുടുംബക്കാരായതുകൊണ്ട് അന്യന്മാരെ മധ്യസ്ഥരായി വെക്കാൻ പറ്റില്ലല്ലോ. എന്താ മോനെ? സാറിന്റെ ഫോണ് സ്വിച്ച് ഓഫാ. ഇത്തരം കാര്യങ്ങൾ ഫോണിലല്ല, നേരിലാ മോനെ സംസാരിക്കേണ്ടത്. ഫോണിലൂടെ പറയുന്നത് പലതും തെറ്റിദ്ധരിക്കപ്പെടും. ചില വാക്കുകളുടെ അർത്ഥങ്ങൾ തന്നെ മാറും. നേരിലാവുമ്പോ വാക്കുകൾക്കിടയിലുള്ള മൗനം പോലും വായിച്ചെടുക്കാം. നേരി കണ്ട് ഒരു പ്രശ്ന പരിഹാരത്തിന് എന്റെ ശ്രമം. പക്ഷേ ആളെവിടെയുണ്ടെന്ന് തപ്പിയെടുക്കണല്ലോ ആദ്യം. ഇനി വിഷയത്തിലൊരു സംസാരം ഇല്ലെന്നാ സാർ അവസാനം കണ്ടപ്പോ എന്നോട് പറഞ്ഞതേ. എങ്കിലും ശാരദാമ്മ പറഞ്ഞ പോലെ ഞാൻ എന്റെ കഴിവിന്റെ പരമാവധി ശ്രമിക്കാം. എനിക്ക് വേണ്ടി മോനത് ചെയ്യണം. എന്താ ശാരദാമ്മ ഇത്? ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. വിശേഷങ്ങൾ പറഞ്ഞു പറഞ്ഞ് രണ്ടാളും സങ്കടത്തിലായെന്ന് തോന്നുന്നു. അത് പിന്നെ ഇവരുടെ സ്ഥിരം പരിപാടിയാണല്ലോ അച്ഛാ. വല്ലപ്പോഴൊരിക്കലും ആതിര വരും. തിരിച്ചു പോകുമ്പോ ഏട്ടത്തിയുടെ അനിയത്തിയുടെ മുഖം കരഞ്ഞു കലങ്ങിയതുപോലെ ഇരിക്കും. അത് പിന്നെ സങ്കടം കാണില്ലേ? തീർച്ചയായും കാണും. മോളെ, നിനക്ക് ഇടയ്ക്കൊക്കെ ഒന്ന് ചേച്ചി ഒന്ന് കണ്ടൂടെ? മാഷിനോടും കമലയോടും ഇങ്ങോട്ട് ഇറങ്ങാൻ പറയണം. അച്ഛനിപ്പോ അങ്ങനെ തനിയെ എങ്ങോട്ടും പോവാറില്ല. എന്നാ ഇടയ്ക്കൊക്കെ ഒന്ന് വിളിക്കാലോ, അതും കുറവല്ലേ? പൊതുവെ അച്ഛൻ ഫോൺ വിളി വളരെ കുറവാ. ആരെങ്കിലും എന്തെങ്കിലും വിളിച്ചു ചോദിച്ചാൽ രണ്ട് വാക്കിൽ നിർത്തും. ഇവിടെ അങ്ങനെ തന്നെ ആതിര. അച്ഛന് ഫോൺ അലർജിയാ. ചോദ്യവും ഉത്തരവും മാത്രം. ഞങ്ങളൊക്കെ പഴയ ആൾക്കാരല്ലേ, മുഖത്തോട് മുഖം നോക്കി സംസാരിക്കുന്ന ഇഷ്ടം. അനൂപ് കമ്പനി പോകുന്നുണ്ടല്ലേ? കുറച്ചുകൂടെ ശമ്പളം കിട്ടുന്ന കമ്പനിയിലേക്കൊന്ന് മാറാൻ പറഞ്ഞൂടെ? അനൂപേട്ടൻ അവിടെ തന്നെ വർക്ക് ചെയ്യും. ഞങ്ങളെല്ലാരും കുറെ പറഞ്ഞു നോക്കിയതാ വേറെ കമ്പനി നോക്കാൻ. ചിലരങ്ങനെയാ മോളെ, കിട്ടുന്നത് കൊണ്ട് സന്തോഷത്തോടെ ജീവിക്കും. നോക്കട്ടെ, ഞാൻ അനൂപിനോട് സംസാരിക്കാം. മോളിവിടെ നിൽക്കേ. സന്ദീപേ, ഒന്ന് വരുമോ? എന്താ എടുത്തി? അത് മോന്റെ കയ്യില് എന്തെങ്കിലും കാശിരിപ്പുണ്ടാവോ? പിന്നെ നിങ്ങളുടെ കോളേജിൽ കഴിഞ്ഞ ദിവസം സ്ട്രൈക്ക് ആയിരുന്നു എന്ന് കേട്ടു. പിന്നെ ആകെ ബഹളമായിരുന്നു. എന്തായിരുന്നു പ്രശ്നം? അവിടെ അങ്ങനെ പ്രത്യേകിച്ച് എന്തെങ്കിലും കാരണം വേണോ സ്ട്രൈക്കിന്? എത്ര വേണം എടുത്തി? ഒരു 1000 മതി. ഞാൻ ഒന്നാമതേ പണം കൈക്കൊണ്ട് നടക്കാറില്ല. ഞാൻ ഏട്ടനോട് അച്ഛനോട് വാങ്ങിത്തരാം. അയ്യോ, അതൊന്നും വേണ്ട സന്ദീപേ. ഇല്ലെങ്കിൽ കുഴപ്പമില്ല. ഏടത്തേക്ക് ഏട്ടനോട് ചോദിച്ചാൽ എന്താ? ഏടത്തിയുടെ ഭർത്താവല്ലേ? അതിലെന്താ ഇത്ര കുറച്ചില്? ഞാനാണേ പോക്കറ്റിൽ നിന്ന് പേഴ്സ് എടുത്ത് ആവശ്യത്തിനുള്ള പണം എടുത്തിട്ട് തിരിച്ചു കൊടുക്കും. എന്റെ പരിപാടി അതാ. ഏടത്തി വിഷമിക്കണ്ട, ഒരു മിനിറ്റ്. ചില ക്ലാസ് ആണെങ്കിൽ ഭയങ്കര ബോറാ. സച്ചേട്ടാ, നോക്കിയിട്ടില്ല. ഇവന് കാശ് മുഴുവൻ അടിച്ചു മാറ്റും കേട്ടോ. എനിക്ക് എന്റെ ഏട്ടന്റെ പോക്കറ്റ് അല്ലാതെ നാട്ടുകാരെ പോക്കറ്റ് അടിക്കാൻ പറ്റുമോ? മരമണ്ടി.
ഇത് എനിക്ക്. നീയും വെച്ചോ നിന്റെ കൈക്കൂലി. എടാ എന്തെങ്കിലും ബാക്കി വെച്ചേക്കണ ഇതില്. പേഴ്സിൽ നിറയെ പണമുണ്ട്. ആർക്കൊക്കെ പോക്കറ്റ് മണി വേണം? പറഞ്ഞോ. എഴുത്തിക്ക് വേണ്ടേ? ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. നിങ്ങളത് ആരാണെന്ന് മാത്രം പറഞ്ഞാൽ മതി. അയാളുടെ ഫോട്ടോസും ഫുൾ ഡീറ്റെയിൽസും എടുക്ക്, ഞാനൊന്ന് കാണട്ടെ. മാഡം, ആ പയ്യൻ ഈ സിറ്റി തന്നെ ഉണ്ട്. വലിയ കാശുകാരനവൻ. നിങ്ങൾക്ക് അയാളെ കണ്ടെത്താനായില്ലേ? ഞാനവന്റെ അടുത്തെത്തിക്കഴിഞ്ഞു മാഡം. ദാ ഇതുപോലെ തൊട്ടടുത്ത്. നിങ്ങൾ ഇങ്ങനെ എങ്ങും തൊടാതെ പറഞ്ഞിട്ട് എന്ത് കാര്യമുള്ളത്? ഊഹാപോഹം അല്ല എനിക്ക് കേൾക്കേണ്ടത്. ഇതുവരെയുള്ള എന്റെ അന്വേഷണത്തിന്റെ പുരോഗതി ഒന്ന് ധരിപ്പിക്കാനാ ഞാൻ വന്നത്. മാഡത്തെ വിളിച്ച് കിട്ടാതെ വന്നപ്പോ ഞാൻ മറ്റൊരു കേസിന്റെ വഴിയെ പോയി. മാഡം റെസ്പോണ്ട് ചെയ്തിരുന്നെങ്കിൽ ഞാൻ എപ്പോഴേ അവന്റെ മുന്നിൽ എത്തുമായിരുന്നു. നിങ്ങൾ വീണ്ടും അന്വേഷണം തുടങ്ങിക്കോളൂ. ഈ നിമിഷം മുതൽ തുടങ്ങി കഴിഞ്ഞു മാഡം. പിന്നെ കുറച്ച് ഫണ്ട് കൂടെ വേണം മാഡം. ആ കുട്ടിയുടെ നാട് തേടിയുള്ള യാത്ര ഹൈലി എക്സ്പെൻസീവ് ആയിരുന്നു. എത്ര രൂപയാണ് നിങ്ങൾക്കിനി വേണ്ടേ? കൂടുതലൊന്നും വേണ്ട മാഡം. ഇപ്പൊ ഒരു 25,000 രൂപ മാത്രം മതി. ശരി, ഞാൻ അക്കൗണ്ടിലേക്ക് ഇട്ടേക്കാം. താങ്ക് യു മാഡം. ഇതിൽ ഈ രണ്ടാമത്തെ നമ്പറിൽ മാഡം എന്നെ വിളിച്ചാൽ മതി. ശരി, എന്നാ ഇറങ്ങട്ടെ മാഡം. നിങ്ങൾ എത്രയും വേഗം അയാളെ കണ്ടുപിടിക്കണം. മാഡം, ഒരു വെഡിങ് കാർഡ് എന്റെ കയ്യിൽ കിട്ടിയിട്ടുണ്ട്. അത് മതി എനിക്ക് അവനിലേക്ക് എത്താൻ. എന്നാ ശരി മാഡം. പോട്ടെ സാറേ. സഞ്ജു എന്തൊന്നും മിണ്ടാതിരുന്ന് കളഞ്ഞത്? അയാൾ ഒരു ഒന്നാം തരം തട്ടിപ്പുകാരനാ. നിന്റെ കയ്യിൽ നിന്ന് കാശ് കെട്ടാൻ അയാൾ ഇങ്ങനെ ഓരോ കഥകൾ പറഞ്ഞ് കയറി ഇറങ്ങും. അമ്മു അറിഞ്ഞ അവൾക്ക് വിഷമാവില്ലേ? ഇതൊരു മോശം പരിപാടിയാ. അവളെന്നോട് പറയാനിട്ടല്ലേ ഞാൻ വേറെ വഴി നോക്കിയത്. എനിക്ക് ഏത് വഴിയിലൂടെ പോയാലും അവളുടെ ഭർത്താവിനെ കണ്ടെത്തിയേ തീരൂ. സഞ്ജു, അവനെല്ലാം അറിയാം. അവൻ എന്തോ പ്ലാൻ ചെയ്യുന്നുണ്ട്. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. സോറി അമ്മു, നിന്നോട് പറയാതെ തന്നെ എനിക്ക് നിന്റെ ഭർത്താവിനെ കണ്ടുപിടിക്കണമെന്നൊരു വാശി തോന്നി. അതാ ഒരു ഡിറ്റക്റ്റീവിന്റെ സഹായം തേടിയത്. ആ മനുഷ്യനെ കണ്ടുപിടിച്ചിട്ട് ചേച്ചി എന്ത് നേടാൻ പോകുന്നെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. നിന്റെ ഭർത്താവ് ആരാണെന്ന് നീ പറഞ്ഞിരുന്നെങ്കിൽ എനിക്ക് ഇങ്ങനെ ഒരു വഴിക്ക് പോകേണ്ടി വരുമായിരുന്നോ? ശരിക്കും എനിക്ക് ഈ കാര്യത്തിൽ ഒരുപാട് വേദനയുണ്ട്. ചേച്ചിയിൽ നിന്ന് അത് ആരാണെന്ന് ഞാൻ പറയാൻ മടിക്കുമ്പോ തന്നെ ചേച്ചി എന്നെ മനസ്സിലാക്കണമായിരുന്നു. ആരോട് കള്ളം പറയേണ്ടി വന്നാലും ചേച്ചിയോട് കള്ളം പറയാൻ കഴിയാത്തവളാ ഞാൻ. എന്റെ വിവാഹവും അതിനെ തുടർന്നുണ്ടായ എല്ലാ കാര്യങ്ങളും
ഞാൻ ചേച്ചിയോട് പറഞ്ഞതാ. എന്തുകൊണ്ട് ഞാൻ ചേച്ചിയോട് ആ മനുഷ്യൻ ആരാണെന്ന് ചോദിക്കരുതേ എന്ന് അപേക്ഷിച്ചതിനും കാരണം ഞാൻ പറഞ്ഞു. ഞാൻ അന്നുവരെ കണ്ടിട്ടില്ലാത്ത വലിയൊരു മനുഷ്യൻ ഒരു ദുഷ്ടന്റെ കയ്യിൽ നിന്നും എന്നെ രക്ഷിക്കാനായി താലികെട്ടെന്ന നാടകത്തിന് തയ്യാറായി മുന്നോട്ട് വന്നു. എന്റെ കഴുത്തിൽ താലി കെട്ടുന്നതിന് മുമ്പ് അദ്ദേഹം വീട്ടുകാർ നിശ്ചയിച്ച വിവാഹത്തിന് കാത്തിരിക്കുന്ന സത്യവും എന്റെ മുത്തശ്ശിയോട് പറയുകയും ചെയ്തു. എന്നെ കൂടെ കൊണ്ടുപോയി ജീവിതം കൊടുക്കാനല്ല മുത്തശ്ശി അദ്ദേഹത്തോട് പറഞ്ഞത്. അവൾക്ക് എന്തെങ്കിലും ഒരു തൊഴിൽ വാങ്ങിക്കൊടുക്കാൻ അപേക്ഷിച്ചത്. ആ മനുഷ്യന് ഒരു തരത്തിലും ബാധ്യതയാവരുതെന്ന് കരുതി ഞാൻ തന്നെ അദ്ദേഹത്തെ വിട്ടുപോയത്. ഞാൻ എവിടെയോ എങ്ങനെയോ ജീവിക്കുന്നെന്ന് അദ്ദേഹം വിശ്വസിക്കുന്നുണ്ടാവും. ചിലപ്പോൾ അദ്ദേഹത്തിന്റെ വിവാഹം ഇപ്പൊ കഴിഞ്ഞും കാണും. ചേച്ചി ഇപ്പൊ ശ്രമിക്കുന്നത് അദ്ദേഹത്തിന് വേട്ടയാടുന്നതിന് തുല്യ. അമ്മു, ഞാനൊന്ന് പറയട്ടെ ചേച്ചി, ആ ഡിറ്റക്റ്റീവിന് ചേച്ചി ഇട്ടുകൊടുത്തത് ഒരു നല്ല മനുഷ്യന്റെ ഭാവിയല്ലേ? ആ മനുഷ്യൻ ഒരു പെൺകുട്ടിയുടെ കൂടെ സന്തോഷത്തോടെ ജീവിക്കുമ്പോ ആ ഡിറ്റക്റ്റീവ് അവിടെയും കടന്നു കയറില്ലേ? ഇത്തരക്കാരാരെയും വില പേശി ജീവിക്കുന്നവരല്ലേ? അയാൾ അങ്ങനെ ചെയ്യില്ലെന്ന് ചേച്ചിക്ക് എന്തുറപ്പാ ഉള്ളത്? അയാൾ ആരാണെന്നോ എങ്ങനെ ജീവിക്കുകയാണെന്നോ അറിയാനുള്ള കൗതുകം കൊണ്ടൊന്നും അല്ല ഞാൻ ഇതേപ്പറ്റി അന്വേഷിച്ചത്. എനിക്ക് അയാൾ ആരാണെന്ന് അറിയുകയും വേണ്ട. പക്ഷേ ഇപ്പോഴും അയാളുടെ ബന്ധനത്തിലാ നീ. അതാ നിന്റെ കഴുത്തിൽ ഈ താലി. നീ എത്രയും വേഗം നിയമപരമായി പുറത്തു കടക്കണം. എത്ര കാലം നിനക്ക് ഇങ്ങനെ കഴിയാൻ പറ്റും? നീ താലി ഉപേക്ഷിക്കുന്നുമില്ല. നിനക്കൊരു ജീവിതം വേണമെന്ന് നിന്റെ ചേച്ചി ആഗ്രഹിച്ചതിൽ തെറ്റുണ്ടോ? എങ്കിൽ നീ പറ. അയാൾ ആരാണെന്ന് നീ പറയാത്തിടത്തോളം കാലം എനിക്ക് അയാളെ കണ്ടെത്തി നിനക്ക് ഡിവോഴ്സ് വാങ്ങി തന്നേ പറ്റൂ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. നിങ്ങളുടെ സഹോദരി ഭർത്താവായ ജിതിനോടും അയാളുടെ അനിയത്തോടുമുള്ള വ്യക്തിവിരോധം തീർക്കാൻ നിങ്ങൾ നിങ്ങളുടെ അധികാരം ഉപയോഗിച്ചു എന്നാണ് എനിക്ക് എന്റെ അന്വേഷണത്തിൽ നിന്നും മനസ്സിലായിട്ടുള്ളത്. അയ്യോ സാർ, ഞാനൊരിക്കലും അങ്ങനെ. സ്റ്റോപ്പ് ഇറ്റ്. ഗുരുതരമായ ഒരു വീഴ്ചയാണ് നിങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടായത്. ഡിപ്പാർട്ട്മെന്റിനോട് കാണിച്ച ഈ നീതികേട് എനിക്ക് നേരിട്ട് വ്യക്തമായ സാഹചര്യത്തിൽ നിങ്ങളെ എനിക്ക് സസ്പെൻഡ് ചെയ്യാൻ കഴിയും. സാർ, പ്രതിയുടെ മുന്നിൽ വെച്ച് ഇതുപോലുള്ള കാര്യങ്ങൾ സംസാരിക്കാൻ ഞാൻ താല്പര്യപ്പെടുന്നില്ല. അതുകൊണ്ട് അരവിന്ദൻ തന്നെ പ്രതിയെ സെല്ലടയ്ക്കണം. ഈ വിലങ്ങഴുകി. ആ ലാബ് റിപ്പോർട്ട് മാത്രം വെച്ചുകൊണ്ട് എനിക്ക് അവരെ അറസ്റ്റ് ചെയ്യാൻ കഴിയില്ലെന്ന് പാർവതിക്ക് മനസ്സിലാവുമല്ലോ. അവരെ പൂട്ടുന്നതിന് കൂടുതൽ തെളിവുകൾ വേണം. അത് കണ്ടെത്താനുള്ള അന്വേഷണത്തിലായിരുന്നു ഞാൻ. അതിനിടയിലാ DSP സാറിനെ അവര് കളത്തിലിറക്കിയത്. ബുദ്ധി പ്രഭാവതിയുടേത്. സാറിനെ കണ്ട് സംസാരിച്ചത് പ്രതാപനും. അതൊന്നും സാരമില്ല സർ. ഇതും ഉദയന്നൂരമ്മ എന്റെ തലയിൽ എഴുതി വെച്ചിട്ടുണ്ടാവും. സാർ എന്നെ സഹായിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. അത് ഞാൻ ഒരിക്കലും മറക്കില്ല. സാറിനെ എനിക്ക് വേണ്ടി ആരോട് സംസാരിക്കണ്ട. ഞാൻ കാരണം സാറിന് ഒരു കുഴപ്പവും സംഭവിക്കാൻ പാടില്ല. ഞാൻ തന്നെ പാർവതിയെ സെല്ലടയ്ക്കാൻ പറഞ്ഞപ്പോ DSP സാർ
എന്നോട് പക തീർക്കുന്നത് പോലെയാണ് എനിക്ക് തോന്നുന്നത്. സാറ് വിഷമിക്കൊന്നും വേണ്ട. സാറിന്റെ ജോലിയല്ലേ ചെയ്യുന്നത്? സാറ് എനിക്കൊരു സഹായം ചെയ്തു തന്നാ മതി. എന്താ ഞാൻ ചെയ്യേണ്ടത്? വിശാൽ സാറ് ആശുപത്രിയിൽ ICUയിൽ കിടക്കുകയായിരുന്നു. എന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നപ്പോ വിശാൽ സാറ് വീട്ടിലേക്ക് പോകുന്നത് ഞാൻ കണ്ടതാ. എന്നെ പോലീസ് പിടിച്ചത് വിശാൽ സാർ അറിഞ്ഞിട്ടുണ്ടാവും. വീട്ടിലെത്തിയ വിശാൽ സാറിനെ കൊല്ലാൻ നോക്കിയതിന് എന്നെ പോലീസ് കൊണ്ടുപോയി എന്നായിരിക്കും എല്ലാവരും പറഞ്ഞിട്ടുണ്ടാവുക. ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ലെന്ന് സാറ് വിശാൽ സാറിനോടൊന്ന് പറയണം. വിശാൽ സാറ് എന്റെ ദൈവമാണെന്ന് പറയണം. പാർവതി, കേറ്. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. സർജറിക്ക് തുല്യമായ അവസ്ഥയില് ICUയിൽ കിടക്കുകയാണ് വിശാൽ. അതും തലയ്ക്കാണ് പരിക്ക്. അങ്ങനെയുള്ളവൻ ഡിസ്ചാർജ് ചെയ്തു വരുമ്പോ ഒരു കാരണവശാലും അവന്റെ മനസ്സ് വിഷമിപ്പിക്കാൻ പാടില്ല. വിശാൽ ബ്രോയ്ക്ക് ഒരു ടെൻഷനും കൊടുക്കാതെ നോക്കണമെന്ന് തന്നെയാ എന്റെയോ ആഗ്രഹം. ആ വഴിയുണ്ട്. അമ്മയും ജാസ്മിനും കൂടെ പോയി പാർവതിയെ കൂട്ടിക്കൊണ്ടുവാ. പാർവതിക്ക് പകരം മറ്റൊരു പ്രതിയെ DYSPക്ക് കൊടുക്കേണ്ടി വരും. ജാസ്മിന്റെയും ജതിന്റെയും പേര് പറയാം. വിശാൽ ബ്രോയ്ക്ക് എന്തെങ്കിലും സംഭവിച്ചു പോയാ നോക്കാൻ എല്ലാവരും ഉണ്ട്. വലിയ വലിയ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ചികിത്സിക്കാനുള്ള കഴിവും ഉണ്ട്. പാർവതിക്കാ ഒന്നും ഇല്ലാത്തത്, ആരും ഇല്ലാത്തത്. അതുകൊണ്ട് ഞാൻ പരിഗണിക്കുന്നതേ പാർവതിയാ. ഗാർഗി, വേണ്ട. വിശാൽ ഒന്നും അറിയരുത്. അച്ഛ പറയാതിരുന്ന എങ്ങനെയാ? പാർവതി പിന്നെ രക്ഷിക്കണ്ടേ? ഗാർഗി, മുതിർന്നവര് പറയുന്നത് അനുസരിക്കാൻ പഠിക്കും. ഗോപിയേട്ടനോട് തർക്കുത്തരം പറയുകയല്ല വേണ്ടത്. വിശാൽ ബ്രോ വന്നു തോന്നുന്നു. ഏട്ടാ പതുക്കെ. ഏയ്, എന്നെ പിടിക്കൊന്നും വേണ്ട, എനിക്ക് കുഴപ്പമൊന്നുമില്ല. മോനെ, ഞാൻ ഹോസ്പിറ്റലിൽ വിളിച്ചപ്പോ നീ ഡിസ്ചാർജ് ആയെന്ന് പറഞ്ഞു. ഹെഡ് ഇഞ്ചുറി അല്ലേ മോനെ? നിനക്ക് കുറച്ചു ദിവസം കൂടി ഹോസ്പിറ്റലിൽ കിടന്നൂടായിരുന്നു? പെട്ടെന്ന് ഇങ്ങോട്ട് വരണമെന്ന് തോന്നി. ഇവിടെ റെസ്റ്റ് എടുത്താലും മതിയല്ലോ അച്ഛാ. ഹോസ്പിറ്റലിൽ കിട്ടുന്ന ശ്രദ്ധയും കെയറും ഒക്കെ ഇവിടെ കിട്ടുമോ മോനെ? ഞങ്ങൾ ആരും കൂടെ ഇല്ലാത്തതിന്റെ മനപ്രയാസമാണെങ്കിൽ അമ്മ മോന്റെ കൂടെ നിൽക്കാം. വാ മോനെ, ഹോസ്പിറ്റലിലേക്ക് തിരിച്ചു പോവാം. വന്ന് കയറിയതല്ലേ ഉള്ളൂ അമ്മേ. അപ്പോഴേക്കും പറഞ്ഞയക്കാൻ തിടുക്കമായോ? വിശാൽ ബ്രോ ഒന്ന് ശ്വാസം വിട്ടോട്ടെ. പാർവതിയെ പോലീസ് അറസ്റ്റ് ചെയ്തത് വിശാൽ ബ്രോ അറിയാതിരിക്കാനുള്ള സൂത്രം. അങ്ങനെ ഇപ്പോ എപ്പോഴും വില്ലത്തിമാര് ജയിക്കണ്ട. അമ്മേ, വിശാൽ ബ്രോ ഇനി ഇവിടുന്ന് പോകുന്നുണ്ടെങ്കിലേ അത് പാർവതിയെ കാണാൻ വേണ്ടി തന്നെയായിരിക്കും. അമ്മ കണ്ട്. വാ മോനെ,
കുറച്ചു നേരം ഇങ്ങനെ നിന്നാലേ തളർച്ചയും വേദനയും കൂടും. എത്രയും വേഗം നമുക്ക് തിരിച്ചു പോകാം. വിപിൻ, വിശാലെ ഹോസ്പിറ്റലിൽ തിരിച്ചു വരുന്നു. നീ ഹോസ്പിറ്റലിൽ ഒന്ന് വിളിച്ചു പറഞ്ഞേ. ഏയ് വേണ്ട, ഇനി ഞാൻ ഹോസ്പിറ്റലിലേക്കില്ല. പാർവതി എവിടെ? ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. എനിക്ക് ഒരു സംശയവുമില്ല, അവള് വന്നിരിക്കും. ഉറപ്പായിട്ടും വന്നിരിക്കും. പറഞ്ഞില്ലേ, ദൈവത്തെ ഇറക്കിയാ നമ്മൾ കളിച്ചിരിക്കുന്നെ. ആ സന്യാസി പറഞ്ഞത് അവളുടെ മനസ്സിൽ ഇപ്പോഴും ഉണ്ടാവും. ഇനി അഥവാ അവള് വന്നില്ലെങ്കിലോ? അങ്ങനെ ഒരു ചോദ്യം ഉദിക്കുന്നില്ല. അവള് വരും, പാടും, നമ്മൾ പറയുന്നത് പ്രവർത്തിക്കുകയും ചെയ്യും. ദൈവത്തിനാണ് സത്യം. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ജോഗിങ് കഴിഞ്ഞ് വന്നതല്ലേ, ഒരു ചൂട് ചായ. ശ്യാമ എവിടെ? ഭാര്യ തന്നാലേ കുടിക്കൂ. ഇതങ്ങോട്ട് കുടിക്കൂ. ഒരു പഴയ ഫ്രണ്ട് സ്നേഹത്തോടെ തരുമ്പം അത് സ്വീകരിക്കണം. അതാണ് മാനേഴ്സ്. ഇല്ലെങ്കിൽ ദേ ഞാൻ പിണങ്ങും. ഭാര്യയുടെ ഗുരുവാണ് ഞാൻ. മത്സരത്തിൽ ഭാര്യ ജയിക്കണോ തോക്കണോന്ന് ഞാനാ തീരുമാനിക്കുന്നത്. അത് മറക്കണ്ട. ശരി, ഞാൻ ചായ കുടിക്കാത്ത കാരണം ശ്യാമ തോക്കണ്ട. ചായ എങ്ങനെയുണ്ട്? കൊള്ളാം. കൊള്ളാന്ന് വെച്ചാ അടിപൊളിയല്ലേ? ആ ശ്യാമേ, ഞാൻ ശ്യാമയോട് പറഞ്ഞില്ലേ, കോളേജിൽ ഇങ്ങനെ തന്നെയാ. ഞാനിനി വിഷം കലക്കി കൊടുത്താലും ശരി, സന്തോഷത്തോടെ വാങ്ങിക്കുടിക്കും. തന്റെ ടീച്ചർ ചായ കൊണ്ടുവന്ന് നിർബന്ധിച്ചപ്പോ പിന്നെ അതങ്ങ് കുടിക്കാന്ന് കരുതി. കള്ള, ഞാൻ നിർബന്ധിച്ചോ? നീ ഒരു ചടങ്ങിനെന്ന പോലെയല്ലേ വേണ്ടെന്ന് പറഞ്ഞേ. എന്നിട്ടിപ്പൊ കാല് മാറുന്നോ? തന്റെ ഈ ടീച്ചറെ കൊണ്ട് തോറ്റടോ ശ്യാമേ. കോളേജിൽ ഇങ്ങനെയായിരുന്നു, ഒരേ വാചകടി. ശ്യാമ, അഖിലിന് ഇനി മുതൽ വേണമെങ്കിൽ ഞാൻ തന്നെ ചായ കൊടുക്കാം. വന്ദൻ ഇത് എന്തൊക്കെയാ പറഞ്ഞേ? ഇതൊക്കെ രസല്ലേടോ. അത് പോട്ടെ, ചായ എങ്ങനെയുണ്ട്? കൊള്ളാം. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ഞാൻ പറഞ്ഞു എന്റെ ദേഹത്ത് തൊടണ്ടാന്ന്. ഞാൻ തൊടും. വേണ്ട.
സർ, എന്നെ പറ്റിക്കൊന്നും വേണ്ട കേട്ടോ. സർ, സാറേ, സാറേ, സർ, 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 എനിക്കറിയാം സാറിന്റെ മനസ്സിൽ ഞാൻ മാത്രമേ ഉള്ളൂ എന്ന്. അഖിൽ സർ സാറിനെ ദേഷ്യം പിടിപ്പിക്കാൻ ചെയ്തതാ. സാർ, 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 ഈശ്വര, കണ്ണ, ഞാൻ അറിയാതെ ചെയ്തു പോയതാ. എനിക്ക് സാറിന് ഒരു അംശം പോലും സംശയമില്ല. ദൈവമേ, സാറിന്റെ മനസ്സിൽ ഞാൻ മാത്രമേ ഉള്ളൂ എന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. കണ്ണ, അഖിൽ സാറിനൊന്ന് വരുത്തല്ലേ. സാർ, സാർ, കണ്ണ, ഞാൻ സാറിനെ പറ്റിക്കാൻ വേണ്ടി ചെയ്തതാ. ഈ ദേഷ്യം അഭിനയിച്ചതാ. അഖിൽ സാറിനൊന്ന് വരുത്തല്ലേ എന്റെ കണ്ണ. ഈശ്വരൻ, ഓഹോ, പറ്റിക്കാനായിരുന്നല്ലേ ദേഷ്യം അഭിനയിച്ചത്? അതെ കൃഷ്ണ, ഞാൻ പറ്റിക്കാൻ. എന്നെ പറ്റിച്ചതല്ലേ? ഞാൻ എന്തോരം പേടിച്ചു പോയെന്നറിയോ? പേടിച്ചു പോയോ? എന്നാലേ എനിക്ക് ഞാനൊരു കാര്യം തരാം. ഇതെന്റെ ശ്യാമയ്ക്ക് പേടി മാറാൻ. താങ്ങും. ശരി, പോയിട്ടരാ. ശരിയല്ല, ഈ രൂപമേ ശരിയല്ല. നിനക്കൊന്ന് വെളുത്തൂടായിരുന്നു. അഖിൽ സാറ് കോളേജിൽ പഠിച്ചിരുന്നപ്പോ ടീച്ചറിനെ ബൈക്കിലൊക്കെ കൊണ്ടുപോയി കാണും. കാരണം ടീച്ചറിന് നല്ല കളറാ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. അല്ലമ്മേ, അത് എന്തേ? ഇത് മോളുടെ വീടാ, എന്തിനാ അറച്ചു നിക്കുന്നേ? ബാലു, ദേ അപർണ മോള്, വാ വാ, ഇരിക്ക്. ബാലുവിന് എങ്ങനെയുണ്ടമ്മേ? കൊള്ളാം. ബാലുവിനെ നമ്മൾ മിടുക്കനാക്കി എടുക്കൂലേ? ആ, മീനാക്ഷി ചേച്ചി മറന്നോ? എനിക്ക് ബാലുവേട്ടനെ കൊണ്ടുപോകണം. അയ്യോ, ആണോ? അതറിഞ്ഞില്ലായിരുന്നു. ശരി, കൊണ്ടുപോയേട്ടെ. ഏട്ടാ വന്നേ, നമുക്ക് അങ്ങോട്ട് പോവാം. അച്ഛൻ അന്വേഷിച്ചു. വാ ഏട്ടാ. മീനാക്ഷി, ബാലു അമ്മയുടെ അടുത്ത് നിൽക്കട്ടെ. ബാലുവേട്ടന്റെ കാര്യം ഞങ്ങൾ തീരുമാനിച്ചോളാം. അപർണയിച്ച് അതിൽ ബുദ്ധിമുട്ടണ്ട. എന്താ നീ പറഞ്ഞത്? ബാലുവിന്റെ കാര്യം ഞങ്ങള് തീരുമാനിക്കട്ടെന്നോ? ബാലുവിന്റെ കാര്യം തീരുമാനിക്കേണ്ടതേ അപർണ മോളാ. നിയമപരമായി ബാലുവിന്റെ എല്ലാ കാര്യങ്ങൾക്കും അവകാശി അപ്പുമോളാ. അപ്പു കഴിഞ്ഞാ പിന്നെ ഞാനും. ഏട്ടന്റെ അവകാശം പറഞ്ഞ് അച്ഛൻ പറഞ്ഞയച്ചതായിരിക്കും അല്ലേ? വീട്ടിൽ നിന്ന് പുറത്തിറങ്ങ. എന്താടേ നീ എന്നെ വരട്ടെ നോക്കാണോ? ഇതേ എന്റെ വീടാ. എന്നോട് മര്യാദക്ക് സംസാരിച്ചില്ലെങ്കിലേ ചവിട്ടി കൂട്ടും. പറഞ്ഞേക്കാം, ഇറങ്ങിക്കോ ഇവിടുന്ന്.
അമ്മ കരയല്ലേ, പോട്ടെ. ഒരു നിമിഷം നിയന്ത്രണം വിട്ട് വിതുമ്പിപ്പോയതാ. എന്റെ കരച്ചിൽ അവസാനിച്ചു. എന്റെ ബാലുവിന് വേണ്ടി ഞാൻ കരച്ചിലൊക്കെ അവസാനിപ്പിച്ചു. ഇല്ല, ഇനി ഞാൻ കരയില്ല. അമ്മ ധൈര്യമായിട്ടിരിക്ക. ഞാൻ പറഞ്ഞില്ലേ, ഇനി എല്ലാ കാര്യത്തിലും നമ്മൾ ഒന്നിച്ച. അമ്മ, ഞാൻ ഇറങ്ങട്ടെ. മോള് പോവുകയാണോ? അല്ല, ഒക്കെ മോളുടെ ഇഷ്ടം. എനിക്ക് നിർബന്ധിക്കാൻ കഴിയില്ലല്ലോ. എന്നാലും ആഗ്രഹം കൊണ്ട് ചോദിച്ചു പോവാ. തിരിച്ചു പോണോ മോളെ? പോണോ അമ്മേ, തിരിച്ചു പോണോ. ഞാൻ ഇപ്പൊ വരുന്നത് ബാലുവിന്റെ ഈ അവസ്ഥയില് ഞാനും ഒരുമിച്ച് വേണമെന്നുള്ളോണ്ടാ. ബാലുവിന്റെ ആരോഗ്യം തിരിച്ചിട്ടിയ പിന്നീട് എന്താണെന്ന് എനിക്ക് അറിയില്ല അമ്മേ. ഇപ്പൊ ഞാൻ തിരിച്ചു പോവാ. ബാലു, ഞാൻ പോവാ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5ലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. എന്നാലും ഈ ഉത്തമനും രാധാലക്ഷ്മിയും തമ്മിൽ എങ്ങനെയാ ഇത്രയും പരിചയമായതെന്ന് എത്ര ആലോചിച്ചിട്ടും എനിക്ക് പിടി കിട്ടുന്നില്ല. നിങ്ങൾ ബന്ധുക്കളായതുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും അറിയാതിരിക്കുന്ന ഞാൻ വിചാരിച്ചേ. അതെങ്ങനെയാ? നാടകം പറഞ്ഞ എന്റെ ആങ്ങളെ സീതാലക്ഷ്മിയെ കല്യാണം കഴിച്ചത് രാധാലക്ഷ്മിക്ക് അത്ര ഇഷ്ടപ്പെട്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ എന്റെ ആങ്ങളയുടെ ബന്ധുക്കളുമായിട്ട് ഇവർക്ക് യാതൊരു അടുപ്പവും ഇല്ല. അപ്പച്ചി, ഉത്തമേട്ടൻ കുഞ്ഞമ്മയെ വാറ്റുരാതെ എന്നല്ലേ വിളിച്ചേ? അതെ. അപ്പൊ അവര് തമ്മിലെ ഇടവപ്പാതി വെച്ചുള്ള പരിചയമായിരിക്കും. അതിന് സാധ്യതയുണ്ട്. അല്ലപ്പച്ചി, എന്താണ് ഞാൻ ആലോചിക്കണം എന്താണെന്നറിയാമോ? ഉത്തമേട്ടന് ഈ ലോകത്ത് ആരെയും പേടിയില്ലെന്നല്ലേ നമ്മള് വിചാരിച്ചേ. വലിയ മുണ്ടയല്ലേ? പക്ഷെ ഈ കുഞ്ഞമ്മയെ കണ്ടതും നിന്ന് വിറക്കായിരുന്നു. ശരിയാ ചേച്ചി, ഇനി കുഞ്ഞമ്മ വല്ല അധോലോകത്തൊന്നും വന്നായിരിക്കോ? അധോലോകോ? എനിക്കറിഞ്ഞൂടാ. അപ്പച്ചി പോലും പേടിയില്ലല്ലോ ഉത്തമേട്ടന്. പിന്നെ ഇതെങ്ങനാന്നോ? അതാണ് ഞാനും ആലോചിക്കുന്നു. എല്ലാത്തിനും ഉത്തരം പറയാൻ പറ്റിയ ആള് വരുന്നുണ്ട്. അതിനോട് ചോദിച്ചും പറഞ്ഞും വരുമ്പോഴേക്ക് നേരം വെളുക്കും. ചക്കെന്ന് പറഞ്ഞ കൊക്കെന്താ കേക്കുന്നേ? നമുക്ക് ചോദിച്ചു നോക്കാം. ഹിസ്റ്ററി ഫ്ലാഷ് ബാക്ക് ഒക്കെ. എന്നെ പേസിക്കൊണ്ടിരിക്കുന്നത് അത് എന്റെ അക്ക. ഞാൻ ഒരു കാര്യം ചോദിച്ചാ സത്യം പറയോ? സത്യമേ പറയൂ. അതെ, ഈ ഉത്തമേണ്ണും കുഞ്ഞമ്മയും തമ്മിൽ എങ്ങനെയാ പരിചയം? ഞങ്ങൾ അത് സംസാരിച്ചോണ്ടിരിക്കുകയായിരുന്നു. അയ്യോ, അതെനിക്ക് தெரியாது. ഞാനും ഇവിടെ വന്നപ്പോഴാണ് മാമാവും കുഞ്ഞമ്മയും തമ്മിൽ പരിചയം ഉണ്ടെന്ന് മനസ്സിലാവുന്നത്. ഞാൻ ഇതേ പറ്റി മാമാവോട് ചോദിച്ചു. അപ്പൊ എന്താ പറഞ്ഞേ? മാമ എന്നോട് ഒന്നും ചൊല്ലല്ലേ. അല്ല, ഇതിനു മുമ്പ് ഉത്തമേട്ടനായിട്ട് എന്താ പരിചയം അങ്ങനെയൊന്നും അറിയില്ലേ? എനിക്ക് മാമാവ കല്യാണം കഴിക്കുന്നതിനോട് 6 മാസം മുന്നേ എനിക്ക് മാമാവ തെരയൂ. അതൊക്കെ മുன்னாടി മാമ എന്ത് ചെയ്യായിരുന്നു എനിക്ക് தெரியாது. അപ്പച്ചി, ഈ കല്യാണത്തിന് മുമ്പേ ചെക്കനെ പറ്റി കാര്യങ്ങൾ അന്വേഷിക്കുന്ന ചടങ്ങ് കേരളത്തിൽ മാത്രമേ ഉള്ളൂ. തമിഴ്നാട്ടിൽ ഇല്ലാന്ന് തോന്നണേ. പാവം പെട്ടുപോയതാട്ടോ. അപ്പടിയൊന്നല്ല, മാമ തങ്കമാനവരല്ലേ? എനിക്ക് വാഴ്ക്കയിൽ അത് പോതും. ഞങ്ങൾ ഇവിടെ അവര് തമ്മിൽ എങ്ങനെയാ പരിചയം എന്നുള്ളത് ആലോചിച്ച് ഒരു എത്തും പീടും കിട്ടാതെ ഇങ്ങനെ നിൽക്കായിരുന്നു. ആലോചിച്ച് അവൾ അധോലോകം വരെ എത്തിച്ചു. അധോലോകമാ? ഈ അണ്ടർവേൾഡ്. അണ്ടർവേൾഡാ? മാമ അണ്ടർവേൾഡാ? മോണിക് ഭാഷ മാതിരി. എന്നാ എന്നോട് ഇത് മാമ ചൊല്ലവേ ഇല്ലല്ലോ. മാമയല്ല, കുഞ്ഞമ്മ. മാമ അല്ല? അല്ല, കുഞ്ഞമ്മയാ? എന്തായാലും ശത്രുപക്ഷത്ത് കുഞ്ഞമ്മ മാത്രമേ ഉള്ളൂ എന്ന് ഇതുവരെ വിചാരിച്ചത്. പക്ഷെ അംഗബലം കൂടി. അതെ, ഞാൻ അവരെ കൂടെ നിക്കണോ നിങ്ങളെ കൂടെ നിക്കണോ? ഞങ്ങളുടെ കൂടെ. ഇവിടെ ആൾബലം കൂടുതല്. പക്ഷേ മാമ അവരെ കൂടെയല്ലേ? പക്ഷെ ആൾബലം കൂടുതലുള്ളിടത്തല്ലേ ജയിക്കുള്ളൂ. അങ്ങനെയാണല്ലേ? അപ്പൊ ഞാൻ നിങ്ങളെ കൂടെ നിക്കാമേ. എന്താ? അല്ല, നമ്മൾ എല്ലാരും ടീമായിട്ട് ചേർന്ന് നിൽക്കുമ്പോ ഇങ്ങനെ കൈ അടിക്കൂലേ?
ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.